നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ് പാക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ചാലഞ്ച് ലാസ്റ്റായി. അപ്പോൾ നമുക്കൊരു 3-4 ദിവസം സ്കിൻ വൈറ്റനിങ് പാക്ക് ഉപയോഗിക്കാം. കാരണം എന്താണെന്ന് വെച്ചു പറഞ്ഞാൽ നമുക്ക് മുഖം നല്ല ഒരു ഗ്ലോയോടുകൂടി ഇത്തിരി ഒന്ന് കളറോടുകൂടി നമുക്ക് വിഷുവിന് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നും ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി സ്കിൻ വൈറ്റനിങ് പാക്കാണ്. നമുക്കൊരു 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. സ്കിൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതിലിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ അഴുക്കുകളും എണ്ണമെഴുക്കും അതുമാതിരി തന്നെ അടിഞ്ഞുകൂടിയിട്ടുള്ള എന്താ പറയുക നമ്മൾ ഓപ്പൺ പോർസിലുള്ള ഇതെല്ലാം നമുക്ക് ഇത് കളഞ്ഞ് നമ്മൾക്കൊന്ന് മുഖം ഒന്ന് ക്ലീൻ ആവും. അതുപോലെ തന്നെ മുഖം നല്ല കളറും വരും. അപ്പോൾ ഇന്ന് നമ്മുടെ പാക്ക് ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുവച്ചാൽ എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്കൊരു ബൗൾ വയ്ക്കാം. നമ്മുടെ സ്കിൻ വൈറ്റനിങ് പാക്കാണ്. സ്കിൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ നല്ലപോലെ സഹായിക്കണം ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതിട്ടിട്ടാണ് ഞാൻ ചെയ്യണത്. ആദ്യം റൈസ് പൗഡറാണ്, നല്ല നൈസ് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ എടുക്കണ പോലത്തെ നൈസ് അരിപ്പൊടി എടുക്കുക. ഇനി നമുക്ക് ആവശ്യം ഇത് ശേന്താ നമക്കെന്ന് പറയും, ഇവിടെ ഇന്ദുപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ. ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു ഉപ്പാണിത്. ഇത് നമുക്ക് ഒരു 1/4 സ്പൂണ് ഇട്ട് കൊടുക്കുക. ഈ ഉപ്പ് ഇടാൻ പാടുള്ളൂ, വേറെ ഏത് ഉപ്പ് ഇടരുത് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇത് മാത്രം ഇടുക. നല്ല സ്കിൻ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ നല്ലപോലെ സഹായിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഉപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രശ്നമുള്ളവരാണെന്ന് വെച്ചാൽ ഉപയോഗിക്കേണ്ട. വെറും അരിപ്പൊടിയാണെങ്കിലും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് തൈരാണ്. തൈര് ഒഴിച്ച് നമുക്കിത് ഒന്ന്, ഇതിൽ ഞാനിപ്പോൾ 1 സ്പൂൺ തൈര് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഒഴിക്കുന്നത് പാലാണ്. കാച്ചാത്ത പാല് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ബാക്കി മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പാല് അത് നമുക്കിപ്പോൾ ഇതിലൊരു 1 സ്പൂൺ ഇട്ടാൽ മതി. രണ്ടും ചെറിയ സ്പൂണിന് ഓരോ സ്പൂൺ ഇട്ട് മിക്സ് ചെയ്യുക. നല്ല സ്കിൻ വൈറ്റനിങ്ങിന് നല്ലപോലെ സഹായിക്കും. സ്കിൻ നല്ലപോലെ ക്ലീൻ ആവും കേട്ടോ. ഇപ്പം നമ്മുടെ സ്കിൻ വൈറ്റനിങ് പാക്ക് റെഡിയായി. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പം എല്ലാവരുടെ വീട്ടിലുള്ളതാണ് അരിപ്പൊടി. ഇനി പാലാണെങ്കിലും ഉണ്ട് എല്ലാവരുടെ വീട്ടിലും, തൈരാണെങ്കിലും ഉണ്ട് എല്ലാവരുടെ വീട്ടിലും. ഇല്ലാത്തത് ചിലപ്പോൾ ഇന്ദുപ്പായിരിക്കും, സെന്താൻ നമക്കെന്ന് പറയും. ഇവിടെ എല്ലാവരും ഫാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ നോയമ്പൊക്കെ വയ്ക്കുമ്പോൾ മറ്റേ ഉപ്പ് നമ്മൾ കഴിക്കില്ല, ഈ ഉപ്പാണ് കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനാണെച്ചാലും നമ്മുടെ ഹെൽത്തിനാണെച്ചാലും ഏറ്റവും നല്ലതാണ് ഈ ഉപ്പ്. അപ്പോൾ ഇവിടുത്തെ അധികം ആൾക്കാരും ഇപ്പോൾ എന്താ പറയുക ഭക്ഷണത്തിനാണെച്ചാലും ഈ ഉപ്പ് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും പറയുന്നത് ബി.പിയുടെ കാര്യത്തിലും BP ഒന്ന് ലോ അല്ല, ഒന്ന് കുറയണതായിട്ട് തോന്നുന്നുണ്ട് ബി.പിയുടെ അതുള്ള ആൾക്കാർക്ക്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇത്ര കാലം ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ നോയമ്പ് എടുക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ എപ്പോഴെങ്കിലും ഒരു എന്താ പറയുക മാസത്തിലൊരു 2-3 തവണ ഇത്തിരി ഇതുപോലെ 2 പിഞ്ച് ഉപ്പിട്ടിട്ട് മുഖത്തൊരു പാക്ക് ഇടാറുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ അഥവാ സ്കിന്നിന് അലർജി ഉണ്ടാവുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ സ്കിന്നൊന്ന് അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. അലച്ച പിന്നെ നിങ്ങൾ വെറും നമ്മുടെ പാലും തൈരും മാത്രം ഉപയോഗിച്ചിട്ട് അരിപ്പൊടി ഇട്ടിട്ട് ചെയ്താൽ മതി. നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ഇനിയിപ്പോൾ അതില്ലാത്തതുകൊണ്ട് റിസൾട്ട് കിട്ടില്ലേ എന്നുള്ളൊരു ഇത് വേണ്ട. അങ്ങനെയാണ് വെച്ചാലും റിസൾട്ട് ഉണ്ട്, അത് ഉറപ്പാണ് കേട്ടോ. ഇത് നമുക്ക് നിങ്ങൾക്കറിയാലോ കൊറിയൻ സ്കിൻ കെയർ ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അരിപ്പൊടി, അരി ഉൽപ്പന്നങ്ങൾ, അരി കഴുകിയ വെള്ളം, അങ്ങനെയുള്ള ഓരോ നമ്മുടെ ചോറ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ സ്കിൻ കാണാറില്ല. നല്ല ഗ്ലാസ് സ്കിന്നാണ് അവരധികം ഉപയോഗിക്കുന്നത് ഈ അരി ഉൽപ്പന്നങ്ങൾ. അവരുടെ ഓരോ ക്രീമുകളാണെച്ചാലും സിറമാണെങ്കിലും അതുപോലെ തന്നെ ടോണറാണെങ്കിലും എല്ലാവരും ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ അരിയുടെ ഇത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ കൂടുതൽ അരിയുടെ ഇത് അധികം ഇത് ചെയ്യാത്തത്. പക്ഷേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല റിസൾട്ടാണ്. ഞാനിപ്പോൾ കുറേ ആയിട്ട് ചെയ്യാറുണ്ട്, നല്ല റിസൾട്ട് കിട്ടാറുമുണ്ട്. നമുക്ക് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ഏറ്റവും ധൈര്യമായിട്ട് ചെയ്യാം നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെയാണ് ചേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങളെ കൊണ്ടാവണ പോലെ ഒരു പാക്ക് സ്കിൻ കെയർ നിങ്ങൾ നല്ലപോലെ കെയർ ചെയ്യുക. അതുപോലെ തന്നെ വെള്ളം കുടിക്കുക. മധുരമൊക്കെ പാടെ ഉപേക്ഷിച്ച് നിങ്ങൾ കുറച്ച് ദിവസം ഇതൊന്ന് നല്ലപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. ഇപ്പോൾ നമ്മളൊരു 10-14 ദിവസമായി. അപ്പോൾ എൻ്റെ സ്കിന്നിന് നല്ല മാറ്റമുണ്ട്. ഞാൻ അത്രയും ശ്രദ്ധയോടുകൂടി ഇപ്പോൾ നോക്കണത് എന്നുവെച്ചാൽ എനിക്കും സാധാരണ എല്ലാവരെ പോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ
സൺസ്ക്രീൻ തേക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. കാരണം അങ്ങനെ ഒരു വൈറ്റ് ഇതിലിങ്ങനെ കിടക്കുള്ളൂ. അതുകൊണ്ടാണ്. കമൻറ്റ് വഴി പലരും ചോദിക്കാറുണ്ട് ഏത് സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഞാൻ മാമാർത്തിൻ്റെ ഇപ്പോൾ ഉപയോഗിക്കണം. ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി വെച്ച് ഉപയോഗിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ഒരെണ്ണം കഴിയുമ്പോഴാണ് അടുത്തത് വാങ്ങുക. അങ്ങനെയാണ് എൻ്റെ ശീലം. ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാമാർത്തിൻ്റെയാണ്. ആദ്യം വാവിൻ്റെ തേച്ചിട്ടുണ്ട്. ഇതൊക്കെ തേക്കുമ്പോഴും മുഖത്ത് ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ വന്ന് കിടക്കുകയുള്ളൂ. അതെനിക്കത്ര വലിയ ഇഷ്ടമല്ല. പിന്നെന്താ, സൺസ്ക്രീൻ ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ളൊരിതുണ്ടല്ലോ. ഇപ്പോൾ ഈ 15 ദിവസത്തെ നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൽ ഞാൻ ദിവസവും സൺസ്ക്രീൻ ഇപ്പോൾ ഉപയോഗിച്ച് വരികയാണ്. ദിവസവും. അപ്പോൾ അതിൻ്റെ ആ ഒരു മാറ്റം എനിക്ക് നല്ലപോലെ കാണാണ്ട്. നമ്മൾ വീടിൻ്റെ ഉള്ളിലായിരിക്കണമെന്ന് വെച്ചാലും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്ന് പറയുക. ലൈറ്റിൻ്റെ ആണെച്ചാലും നമ്മുടെ ജനലിൻ്റെ ഗ്ലാസിൻ്റെ ആണെച്ചാലും ഇതിൻ്റെ ഒക്കെ നമുക്ക് നമ്മുടെ മുഖത്തൊക്കെയാണെച്ചാലും നമ്മുടെ ശരീരത്തിൽ എവിടെയാണെങ്കിലും അത് എന്താ ടാൻ ആകുമെന്നാണ് പറയണത്. അപ്പോൾ ഞാനിപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വ്യത്യാസം. ഞാനൊരു 9-9:30 ആകുമ്പോഴേക്കും, ചിലപ്പോൾ 10 മണിയൊക്കെ ആവും കേട്ടോ, 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കുളിച്ച് നമ്മൾ നല്ലൊരു ഞാൻ ഉണ്ടാക്കിയ ടോണർ ഉപയോഗിക്കും. അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കും. അതിന് ശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കും. അങ്ങനെയാണ് ഇപ്പോൾ വീട്ടിലിരിക്കണത്. അപ്പോൾ അതിൻ്റേതായ മാറ്റമുണ്ട്. ദിവസവും ഞാൻ പാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം ധാരാളം കുടിക്കുന്നുണ്ട്. മധുരം ഇപ്പോൾ ഒന്നും കഴിക്കാറില്ല. കുറേ ദിവസമായി മധുരം ഒന്നും കഴിക്കണില്ല. ചായയിലൊന്നും ഞാൻ മധുരം ഇടാതെ തന്നെയാണ് കുടിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രൈ ഫ്രൂട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ കഴിക്കുക. ഫ്രൂട്ട്സ്, സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഓരോ സീസണിലും ഓരോ ഫ്രൂട്ട്സാണ് നമുക്ക് കിട്ടുക. അതൊക്കെ കഴിക്കാൻ പറ്റണ പോലെയൊക്കെ കഴിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സസൈസോ അങ്ങനെ നടക്കാൻ പോവുക, നിങ്ങൾ ഇങ്ങോട്ടാവണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ആ മാറ്റം നമ്മുടെ മുഖത്തേക്ക് നല്ലപോലെ ഉണ്ട്. എനിക്ക് നല്ല മാറ്റമുണ്ട് ഈ ഒരു 14 ദിവസമായിപ്പിക്കും. അത് ആദ്യം തൊട്ട് കാണുന്നവർക്ക്, ഇപ്പോൾ ഈ ചാലഞ്ച് തുടങ്ങി അന്നത്തെ ദിവസം തൊട്ടിട്ട് ഇന്നത്തെ വരെ കാണുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അതുപോലെയൊക്കെ വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഞാൻ പാക്ക് മുഴുവൻ ഇട്ട് കൊടുത്തു മുഖത്ത്. ഇനി നമുക്കൊരു 15-20 മിനിറ്റ് എന്താ പറയുക, ടൈമിൽ വെച്ച് 15 മിനിറ്റെങ്കിലും നിങ്ങൾ ഇടണം കേട്ടോ. അതിന് ശേഷം കഴുകി കളയാവൂ. നമുക്ക് എന്തായാലും ഉണങ്ങിയിട്ട് ഒന്ന് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം മുഖത്തിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ. ഞാനൊന്ന് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചിട്ട്. ഇപ്പം ഞാൻ മുഖം കഴുകിയിട്ട് വന്നു. സ്കിന്നിന് നല്ല മാറ്റമുണ്ട്. നമുക്ക് ചെറുതായിട്ടൊരു ഓയിലി തോന്നും. കാരണം ഞാൻ കാച്ചാത്ത പാലൊക്കെയാണല്ലോ ഉപയോഗിച്ച്. നിങ്ങൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ പാൽ ഒഴിക്കാതെ നിങ്ങൾക്ക് തൈരോ അലച്ചാൽ തക്കാളി ജ്യൂസോ ഒഴിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഓരോരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ മിക്സ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾ നോക്ക്. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.